+1 +2 എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് +1 മാത്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലെ 4 മാർക്കിന് മുൻവർഷം ചോദിച്ച ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. എല്ലാവരും ഈ ചോദ്യം മനസ്സിലാക്കുക, ചെയ്യാൻ ശ്രമിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കൂ, cos x plus y and hence prove cos 2x is equal to 1 minus 2 sin square x. ഒരു ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഇക്വേഷൻ tan square theta plus cot square theta is equal to 2. നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് കടക്കാം, സമയം അങ്ങനെ കളയേണ്ടതില്ല. ആൻസറിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എഴുതി വെക്കാം. 1 minus 2 sin square x. Okay, cos 2x equal to 1 minus 2 sin square x. ഇത് ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് ഈ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്യാൻ. നമുക്ക് ഈ ആ ഇക്വേഷൻ എന്താണ്? cos x plus y. എങ്ങനെ cos x plus y യുടെ ട്രിഗ്നോമെട്രിയിൽ വരുന്ന ഇക്വേഷൻ എന്താണ്? cos x into cos y minus sin x into sin y ആണ്. ശ്രദ്ധിക്കാം, നമുക്ക് വേണ്ടത് cos 2x ആണ്. എന്നാൽ ഈ വൈനെ എക്സ് ആക്കിയാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 2x ആയി. നമുക്ക് ഈ വൈ നമുക്ക് എന്താക്കാം? പുട്ട് y is equal to x എന്ന് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇക്വേഷൻ ചേഞ്ച് ചെയ്യാം. നോക്കൂ, cos, അപ്പൊ നമ്മൾ y കാണുന്നിടത്തേക്ക് എന്ത് ചെയ്യും? x തന്നെ എഴുതും. ഓക്കെ, നമ്മൾ ഈ വൈയുടെ x എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോൾ cos x ഇൻറ്റു ഈ വൈന് എന്ത് ചെയ്യും? അതിനെയും നമ്മൾ x എന്ന് എഴുതും, മൈനസ് ഇട്ടു. ഈ സൈൻ എക്സ് അതുപോലെ ഈ സൈൻ വൈ നമ്മൾ എന്ത് ചെയ്യും? അതിനെയും സൈൻ എക്സ് എഴുതും. ഈ y ഒക്കെ x ആക്കി. അപ്പൊ നമ്മളിവിടെ cos x, ഇവിടെ എന്ത് കിട്ടി? cos 2x കിട്ടി. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോലെ നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യും? cos x into cos x cos square x, cos x into cos x cos square x. ഇവിടെ sin x into sin x sin square x. അപ്പൊ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഏതാ? sin square x plus cos square x is equal to 1 അല്ലെ? അപ്പൊ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും sin square x plus cos square x is equal to 1. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും sin square x plus cos square x is equal to 1 എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ cos square x അങ്ങനെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 minus sin square x എന്ന് എഴുതും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. cos 2x ഈക്വൽ ടു ഈ cos square x നമ്മൾ എന്ത് ചെയ്യും? 1 minus sin square x. ഇതിന്റെ കൂടെ എന്തുണ്ട്? ഒരു മൈനസ് sin square x ഉണ്ട്. അപ്പോ നമുക്ക് മൈനസ് sin square x മൈനസ് sin square x ചെയ്താൽ എന്താവും? മൈനസ് 2 sin square x കിട്ടി. ഇവിടെ 1 കിട്ടി. റിസൾട്ട് കറക്റ്റ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായി. ശ്രദ്ധിക്കുക, ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? tan square theta plus cot square theta is equal to 2 എന്നാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഞാൻ സ്വല്പം സ്പീഡ് ആക്കുന്നുണ്ട്, നിങ്ങളൊപ്പം വരുന്ന കേട്ടോ. ഇവിടെ നമ്മൾ tan square theta എഴുതി. നമുക്കറിയാം tan square theta എങ്ങനെ എഴുതാം? 1 by cot square theta എഴുതാം. എങ്കിൽ cot square theta എന്ത് വരും? cot square theta equal to 1 by tan square theta എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ cot square theta ക്ക് 1 by tan square theta എന്ന് എഴുതി, ഈക്വൽ ടു 2 അവിടെ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുക. tan square theta into tan square theta. ഓക്കെ, പ്ലസ് 1 into 1 all divided by 1 into tan square theta. tan square theta ഈക്വൽ ടു അപ്പുറത്ത് 2 ഉണ്ട്. ഓക്കെ, ഇതിന്റെ ബാക്കി ഭാഗം അങ്ങേ സൈഡിൽ എഴുതാം. അപ്പൊ നോക്കിയേ, tan square theta into tan square theta എന്ത് ചെയ്തും? tan square theta into tan square theta അല്ലെ? നമുക്ക് എന്ത് ചെയ്താം? ഇവിടുത്തെ സ്റ്റെപ്പ് പകർത്തിയപ്പോ നോക്കണം കേട്ടാ, ആ സ്റ്റെപ്പാണ് മേലൊക്കെ എഴുതിയത്. tan square theta into tan square theta tan raised to 4 theta plus 1. ഈ tan square theta equal to അപ്പുറത്ത് പോകുമ്പോ 2 into tan square theta. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഒരു ഇക്വേഷനിലേക്ക് എത്താം. tan raised to 4 theta plus 1 minus 2 tan square theta
മൈനസ് 2 ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 0 കിട്ടും. ഓക്കെ, അങ്ങനെ വരുമ്പോ ഇതൊരു ഇക്വേഷൻ ആണ്. നോക്കൂ, ഈ ഇക്വേഷൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഇവിടെ എ എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും ടാൻ സ്ക്വയർ തീറ്റ ആയിരിക്കും. അപ്പൊ എ സ്ക്വയർ എന്തായിരിക്കും? ടാൻ റേസ് ടു 4 തീറ്റ ആയിരിക്കും. ഇവിടെ ബി 1 ആയിരിക്കും. ബി സ്ക്വയർ എന്തായിരിക്കും? അതും 1 തന്നെ വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടാൻ എങ്ങനെ എഴുതും? ഇതിലെന്ത് ചെയ്തും? ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതും. സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 റൂട്ട് 0, ഇത് 0. അങ്ങനെ വരുമ്പോ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പോ ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 0 അങ്ങോട്ട് പോകുമ്പോ 1 ആയി. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? അപ്പൊ ടാൻ സ്ക്വയർ തീറ്റയുടെ റിസൾട്ട് എന്ത് കിട്ടി? ടാൻ സ്ക്വയർ π/2 π/4 റിസൾട്ട് ആണ്. ടാൻ സ്ക്വയർ π/4 റിസൾട്ട് ആണ് 1 വരാം. എങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാം. ഏതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 2 അല്ലേ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ടാൻ π/4 റിസൾട്ട് 1 ആകും. ടാന്റെ റെസിപ്രോക്കലാണ് കോട്ട്. അപ്പൊ 1ന്റെ റെസിപ്രോക്കലാണ് 1/1. അപ്പൊ അതിന്റെ സ്ക്വയർ എന്തെന്നെ കിട്ടും? 1 തന്നെ കിട്ടും. റിസൾട്ട് എന്തായി? 2 ആയി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. എല്ലാ സ്റ്റെപ്പുകളോട് നന്നായി ചെയ്യാൻ ശ്രമിക്കുക.